ഹായോ, ഇന്ന് നമ്മൾ എക്സസൈസ് 1.5 ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 64:1/2 എന്താണ്? 64 നമുക്ക് എങ്ങനെ കിട്ടും? 8 × 8 ആണ് 64. ഓക്കെ, അപ്പൊ നമുക്ക് ഹോൾ റേസ് 1/2. 8 × 8 എന്ന് പറഞ്ഞാൽ എന്താ? 8 × 8 എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ആണ്. ഹോൾ റേസ് 1/2. സ്ക്വയറും റൂട്ട്, ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി ഉത്തരം. രണ്ടാമത്തെ എന്താ ക്വസ്റ്റ്യൻ? 32:1/5. 32:1/5. 2 × 2 × 2 × 2 × 2 അതാണ് 32 എന്ന് പറയുന്നത്. 2 × 2 4 × 2 8 8 × 2 16 16 × 2 32. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടു 2⁵ ഹോൾ റേസ് 1/5. 5ഉം 1/5ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടു ഉത്തരം 2 ആണ്. അടുത്തെന്താ? 125 ഹോൾ റേസ് 1/3. 125 ഹോൾ റേസ് 1/3. 125 ഹോൾ റേസ് 1/3 നമുക്ക് എന്ത് പറയാം? 5 × 5 എന്താ? 25. 25 × 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 25 × 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പൊ 5⁵3 ഹോൾ റേസ് 1/3 എന്ന് പറഞ്ഞ ഉത്തരം എന്താ? 5 ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9⁵3/2. 9⁵3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. അപ്പൊ 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ ഹോൾ റേസ് 3/2. 2ഉം 1/2ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടു 3⁵3 എന്താണ്? 27 ആണ് നമ്മുടെ ഉത്തരം. അടുത്തെന്താ? 32⁵2/5. 32⁵2/5 നമുക്ക് 2⁵5 ആണ് 32 എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? 5ഉം 1/5ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ 2⁵2 എന്താണ്? 4 ആണ്. 16⁵3/4. 16⁵3/4 എന്ന് പറഞ്ഞാല് നമുക്ക് 2⁵4 ആണ് 16. അപ്പം 2⁵4 ഹോൾ റേസ് 3/2. അപ്പം 2⁵3 ഈക്വൽ ടു എന്താണ് ഉത്തരം? 2⁵3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അടുത്തത് എന്താ? 125⁻1/3. 125 ഹോൾ റേസ് -1/3. 5³ ആണ് 125. 5³ ആണ് 125. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3ഉം 3ഉം ക്യാൻസൽ ആയിപ്പോയി. 5⁻1 എന്നാണ് നമ്മൾ ഉത്തരം കിട്ടുക. 5⁻1 എന്ന് പറഞ്ഞാൽ എന്താ? 1/5 ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ 2⁵2/3 × 2⁵1/5. 2⁵2/3 × 2⁵1/5 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അടിയിൽ ബേസ് സെയിം ആണ്, എക്സ്പോണന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബേസ് സെയിം ആണ്. എക്സ്പോണന്റ് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോണന്റ് ആഡ് ചെയ്യും. ബേസ് സെയിമും എക്സ്പോണന്റ് വേറെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോൾ എക്സ്പോണന്റ് ആഡ് ചെയ്യാണ് ചെയ്യാം. 2⁵2/3 + 1/5 എന്താണ്? 2⁵2 × 5 10 + 3 × 1 3/3 × 5 15. ഇപ്പൊ 2⁵13/15 ആണ് നമ്മളുടെ ഉത്തരം. അടുത്തെന്താ? 1/3⁵3 ഹോൾ റേസ് 7 ആണ്. 1/3⁵3 ഹോൾ റേസ് 7. 1/3⁵3 ഹോൾ റേസ് 7 എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിലോ 1/3⁵21 എന്ന് പറയാം. 1/3⁵3 ഹോൾ റേസ് 7 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/3⁵21 എന്ന് പറയാം. 3 × 7 എന്ന് പറഞ്ഞാൽ 21 ആയതുകൊണ്ട് 11⁵1/2/11⁵1/4 ആണ്. അപ്പൊ ഇവിടെ ബേസ് സെയിം ആണ്. അപ്പൊ നമുക്ക് പവർ എന്ത് ചെയ്യാം? ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് പവർ മൈനസ് ചെയ്യാം. 11⁵1/2 - 1/4 എന്താ? 11⁵1/4 ആണ് നമ്മളുടെ ഉത്തരം. അടുത്തെന്താ? 7⁵1/2 × 8⁵1/2 ആണ് നമ്മളുടെ ചോദ്യം. ഇവിടെ ബേസ് വേറെയാണ്, പവർ സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? a⁻m × b⁻m എന്ന് പറഞ്ഞാൽ AB ഹോൾ റേസ് m ആണ്. അപ്പൊ നമ്മൾ ഐഡന്റിറ്റി എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഉത്തരം എന്താ? 7 × 8 എന്ന് പറഞ്ഞാൽ എന്താ? 56 ഹോൾ റേസ് 1/2.